കണ്ണൂരിലെ ഭക്ഷണപ്രിയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് കണ്ണൂർ വിഷൻ പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗമായി ഫ്രീഡം ഫുഡ്സ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ആ ഫ്രീഡം ഫുഡ്സിൻ്റെ ഒരു വിപുലീകരണം നടക്കുകയാണ് ഇവിടെ, ഒരു കഫ്റ്റീരിയയുടെ മാതൃകയിൽ. ഇനി കണ്ണൂർ നഗരത്തിൽ ഈ സെൻട്രൽ ജയിലിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഭാഗത്ത് എത്തുമ്പോൾ ആളുകൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കഫ്റ്റീരിയയിലെത്താം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു മായവുമില്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് ഈ കഫ്റ്റീരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ നാളുകളായി നാട് കാത്തിരിക്കുന്ന ആ സുദിനമാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമ്മളോടൊപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് കെ വേണു ചേരുകയാണ്. സർ, വലിയ രീതിയിലുള്ള ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടി സെൻട്രൽ ജയിൽ ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, ഈ ഭക്ഷണത്തിൻ്റെ വില നിയന്ത്രിക്കുന്നതിൽ പോലും ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമായി ഈ ഫ്രീഡം ഫുഡ് എന്ന ഈ സംവിധാനം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചുവട് കൂടി നമ്മൾ കടക്കുകയാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഈ നാടിനു വേണ്ടി സെൻട്രൽ ജയിൽ ഒരുക്കിയിട്ടുള്ളത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2018 മുതൽ കഫറ്റേറിയയെക്കുറിച്ച് ഉള്ള ആശയം ഉണ്ടായിരുന്നു. അത് ഇന്ന് ഈ സുദിനത്തിൽ പ്രാവർത്തികമാവുകയാണ്. ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ ഒരു സംവിധാനമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ടേക്ക് അവേ കൗണ്ടറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഒരു 2-3 മാസത്തിനകത്ത് ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുന്നതാണ്. നിലവിൽ ആദ്യത്തെ 2 മാസം ഞങ്ങളുടെ ഫ്രീഡം ഫുഡ് യൂണിറ്റിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ നൽകുന്നതാണ്. ഈ അൽഫാം, ഷവായി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് ലഭ്യമാകും. എന്തായാലും അതിനുള്ള ക്രമീകരണം കൂടി ഒരുക്കും അല്ലേ? എല്ലാ നമ്മുടെ പൊതു വിപണിയിൽ എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതൊക്കെ നമ്മുടെ കഫറ്റീരിയയിലും ലഭ്യമാക്കണം എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് സമയമെടുക്കും. അന്തേവാസികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടതുണ്ട്, മറ്റുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ ഞങ്ങൾ അടുത്ത 2-3 മാസങ്ങൾ കൊണ്ടൊരുക്കി പൊതുജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം ഞങ്ങളുടെ കഫറ്റീരിയയിൽ നിന്ന് നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ നമ്മുടെ ഈ 2 രൂപയ്ക്ക് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു തുടക്കമിട്ടു. അതിങ്ങനെ ഒരു പടർന്ന് പന്തലിച്ച് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലുകളുടെ, കണ്ണൂരിൻ്റെ മാത്രമല്ല മറ്റ് സെൻട്രൽ ജയിലുകളുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമായി ഈ ഫ്രീഡം ഫുഡ് മാറിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നത്? ഒന്നാമത്, ഇത് ഇന്നത്തെ കാലത്ത് മായമില്ലാത്ത ഫുഡ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിൽ ഫ്രീഡം ഫുഡിനെ ജനങ്ങൾ വലിയൊരു സ്വീകാര്യത നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല നാട്ടുകാരും ഞങ്ങളുടെ ഫുഡ് ചോദിച്ച് വരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഈ എന്തൊക്കെ ചപ്പാത്തി, അതോടൊപ്പം തന്നെ ബിരിയാണി, ഇതൊക്കെ ഇപ്പോൾ നൽകുന്നുണ്ട്. കറികൾ, ചിക്കൻ കറി, മുട്ടക്കറി ഉൾപ്പെടെ എല്ലാം നൽകുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അത് സെർവ് ചെയ്യാൻ പോകുന്നത്? നിലവിൽ ഒരു 2-3 മാസം കാലം ഇതൊരു ടേക്ക് അവേ കൗണ്ടറായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ പറ്റില്ലേ? ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ജീവനക്കാരുടേതും എല്ലാം ആവശ്യമായിട്ടുള്ള ജീവനക്കാർക്ക് ലഭിച്ചതിന് ശേഷം പൂർണ്ണ തോതിൽ ഇത് സജ്ജമാക്കുന്നതാണ്. പൊറോട്ട ഉൾപ്പെടെ എല്ലാം ലഭിക്കും? എല്ലാം ലഭിക്കും. മറ്റ് ഈ കഫ്റ്റീരിയ ഒഴികെ മറ്റ് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത്? പാർട്ടി ഹാൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്കാണല്ലോ പോകുന്നത്. അതിൻ്റെ ഘടന എങ്ങനെയാണ്? 100 പേർക്ക് മുകളിലെ നില 100 പേർക്ക് ഉള്ള എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾക്കുമായിട്ട് വിട്ടു നൽകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ ഒരു മിനി കല്യാണം പോലും നടത്താൻ, ഒരു 150 പേരൊക്കെ പങ്കെടുക്കുന്ന കല്യാണം പോലും നടത്താൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അത് AC ആക്കാനുള്ള പരിപാടി നടന്നു വരുന്നുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ, അത്രയും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കുമോ? അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നതാണ്. അതെന്തായാലും ഒരു 3-4 മാസം കൊണ്ട് പൂർണ്ണ സജ്ജമാകുമെന്നാണ്
വിചാരിക്കുന്നു. നമുക്ക് പുറത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെയൊക്കെ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ സ്വാഭാവികമായും അവിടെ അത്തരത്തിലുള്ള ഫംഗ്ഷൻ നടത്താം, കല്യാണം ഉൾപ്പെടെ നടത്താം, ഭക്ഷണത്തിനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്താൻ കഴിയും അല്ലേ? ഒന്ന് നമ്മൾ ജയിലുകളാണ്, ജയിലിൽ സുരക്ഷയ്ക്കുള്ള ജീവനക്കാരാണുള്ളത്. അപ്പോൾ അവരെ അതിൽ നിന്ന് പിൻവലിച്ച് വേണം ഇതിലേക്ക് നൽകേണ്ടത്. അതും ഒരു സുരക്ഷാ ഭീഷണിയാണ്. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതും ഇതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെ നൽകണമെന്നാണ്. ലഭ്യമാകുന്നവർക്ക് ഇത് വിപുലീകരണം നടത്തുന്നതാണെന്ന്. എന്തായാലും ആളുകൾക്ക് പോക്കറ്റ് കാലിയാകാതെ ഭക്ഷണം, ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ, ഇതൊക്കെ പൊതുസമൂഹത്തിന് കൂടി ഒരു ഉപകാരപ്പെടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഉള്ളത് അല്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ ആവശ്യത്തിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയില്ലാതെ ഈ ഒരു കഫറ്റേരിയ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആകെ അടിമുടി മാറുകയാണ്. നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മളോട് സൂപ്രണ്ട് കെ വേണു വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല മനോഹരമായ ഒരു കഫ്റ്റീരിയ ഒരുങ്ങുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് വേണ്ടി. ആ കഫ്റ്റീരിയ എന്ന് പറയുന്നത് ഇവിടെ ആളുകൾക്ക് വന്ന് ചപ്പാത്തി, ബിരിയാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സജ്ജമാണ്. അതൊക്കെ തന്നെ വാങ്ങാം, ഇവിടെ നിന്ന് കഴിക്കാം, ഇവിടെ നിന്ന് പാർസലായും ഇത് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഈ കഫ്റ്റീരിയ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു പാർട്ടി ഹാള് കൂടി ഇതിന് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഏതാണ്ട് ഒരു 150 പേർക്ക് ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കാണാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഇനി ആവശ്യം. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇതിൻ്റെ പുറത്ത് സജ്ജമാക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന് വേണ്ടി നൽകുകയാണ്. നമ്മൾ ജയിലുകളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നെഗറ്റീവായി കാര്യങ്ങൾ പറഞ്ഞാലും അവർ ഈ നാടിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അതിന് നമ്മൾ പുറത്ത് അൽഫാം, ചില്ലി ചിക്കൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് എത്രയാണോ പൈസ കൊടുത്ത് വാങ്ങുന്നത് അതിൻ്റെയൊക്കെ ഏതാണ്ട് പകുതിയോളം പൈസക്ക് നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ ജയിൽ അധികൃതർ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. സൂപ്രണ്ട് കെ വേണു ആ കാര്യങ്ങൾ നമ്മളോട് വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് പോകുന്നു. എന്തായാലും ഈ സൗകര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹം ഉപയോഗപ്പെടുത്തുക. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മായം കലരാത്ത ഭക്ഷണം, അതും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ, അതുതന്നെയാണ് ഈ ഫ്രീഡം ഫുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് ഒന്നുകൂടി വിപുലീകരിച്ച് പ്രാവർത്തികമാക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ കുറവ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാർ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ കൂടുതൽ ജീവനക്കാരെ ഇവിടെ നിയോഗിക്കാൻ കൂടി ഉള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തണം എന്ന് ഈ ഘട്ടത്തിൽ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു അഭ്യർത്ഥന ആ രീതിയിൽ തന്നെയാണ്. അതുകൂടി ലഭ്യമായാൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നാടിനാകെ ഭക്ഷണം ഒരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ മാറും. സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അവസ്ഥ. അവിടെ നിന്നും അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജീവനക്കാരുടെ എണ്ണം കുറവ്, തടവുകാരുടെ എണ്ണം കൂടുതൽ. ഇതൊക്കെയുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അപ്പോൾ അവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഈ കഫ്റ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷകരമായ, നാടിനാകെ നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ കഫ്റ്റീരിയ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കഫ്റ്റീരിയയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.